ഞാനിപ്പോൾ അടുത്ത ചോദിക്കാനും കാരണം ഇവിടെ വന്ന ഫോട്ടോകളിൽ സ്കിറ്റ് കളിച്ചിരിക്കുന്നതിന്റെ അത്രയ്ക്ക് തന്നെ ഓർക്കസ്ട്രയും വെച്ച് ഈ മൈക്കുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ സിസ്റ്റം പോലെ പാട്ട് പാടും. ആദ്യമായിട്ട് ഗായകരുടെ ശബ്ദം അനുകരിച്ചത് മിമിക്രി ഫീൽഡില് ചഞ്ചല് മധുവിനെയൊക്കെ അല്ല പാട്ടില് മാനസമേന അല്ല അതെ സൈനു അനുകരിക്കുന്ന ചഞ്ചലിനാണ്. നമ്മുടെ മഷായൽ തോനെ ഇത് പടം ബോബിയിലൊരു പാട്ടില്ലേ, ആ പാട്ട് അത് അനുകരിച്ചിട്ട് അത് പാടുമായിരുന്നു. നരേന്ദ്ര ജംഷേദ് പാട്ട്. അതെ അതെ ആ പാട്ട് ബേഷാക്കി മന്ദിർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന. അതുപോലെ തന്നെ ചെമ്മീനിലെ പാട്ടില്ലേ, മന്നാടയുടെ പാട്ട്. പിന്നെ മന്നാടയുടെ തന്നെ കടലേ എന്നുള്ളൊരു പാട്ടുണ്ട്, നീലക്കടൽ. മന്നാട അല്ല, തലത് മഹ്മൂബ് സോറി. അത് ആദ്യമായിട്ട് അനുകരിക്കുന്ന പുള്ളി. പിന്നെ ഇപ്പോഴാണല്ലോ ഒരുപാട് പേര് പിന്നെ വിശാലയുടെ വേറൊരു കഴിവുണ്ട് സൈനത്തിന്, നന്നായിട്ട് ക്യാരംസ് കളിക്കും. മട്ടാഞ്ചേരി പോയിട്ട് ഞാനും ഇടയ്ക്കൊക്കെ പോയി കളിക്കാറുണ്ട്. ഞാനപ്പോൾ ആലുവ താമസിക്കണ, സൈനും മട്ടാഞ്ചേരി താമസിക്കണം, UC കോളേജിൽ പഠിക്കണമുണ്ട്. അപ്പോൾ ഒരു ഞായറാഴ്ച ഒരു ദിവസം എന്തെങ്കിലും കളിയൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞു, എടാ ഞാനും ഉണ്ട് ആലുവെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ST അടിക്കാമെന്ന്, ബസ്സിൽ ST അടിക്കുമല്ലേ ബസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ST അടിക്കാൻ പറ്റും. ഞായറാഴ്ച ST അടിച്ചാൽ പ്രശ്നം, നീ ഉണ്ടായിരുന്നോ, ഞാൻ ST അടിച്ചോളാം. ഒരു നോട്ട്ബുക്ക് എൻ്റെ കയ്യിൽ തന്ന് അവൻ കഷ്ടത്തിൽ വെച്ചിട്ട് ബസ്സിൽ നീ ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ പുള്ളി ആലുവ ST 2 സൈനു. ST ഒന്നും തരാൻ പറ്റില്ല കണ്ടക്ടർ, ഞായറാഴ്ച നിങ്ങളവിടെ പോയതാ. അതൊന്നും ഞങ്ങളവിടെ പോയെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ പറ്റുള്ളൂ, അല്ല പറഞ്ഞാൽ മനസ്സിലാവില്ല. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ പറയാൻ ഞങ്ങൾ ST തരില്ല. അങ്ങനെ ഉടക്കായി അവസാനം താൻ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ സൈനു, ഞങ്ങൾ കോശമണി വിത്തുകളുടെ ചെയ്യുമ്പോഴാണ്. എന്താ അത് തന്നെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്ന്. അപ്പൊ തന്നെ പുള്ളി ST എടുത്ത് കൊടുത്ത് അയാൾ വെറുതെ പറഞ്ഞ് ST അടിച്ചിട്ടങ്ങ് പോവാന്നുള്ളത്. ശരിക്കും പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം സൈനിധ്യം മരിച്ചിട്ടില്ല. കാരണം സൈനിധ്യം മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പോകാൻ പറ്റില്ല. ഞാൻ അബുദാബിയിൽ പ്രോഗ്രാമിന് പോയിട്ട് അബുദാബിയിൽ എൻ്റെ ഒരു ബ്രദറിനോട് വീട്ടിലിരിക്കുമ്പോൾ TV-യിൽ ഇങ്ങനെ കുറേ സീൻസ് കാണിക്കുന്നുണ്ട്, അധികം സൈനിധീൻ്റെ സീൻസാണ് കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ഈ സിനിമ എൻ്റെ ഇൻസ്പയർ ആയിട്ടുള്ള സീൻസ് അതൊക്കെ കാണിക്കുന്നുണ്ട്. സായമീസ് റിട്ടകൾ കാണിച്ചു മുമ്പുണ്ട്. പിന്നെ അനൗൺസ്മെൻറ്റ് വന്നു, ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് ഇന്ന സിനിമ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് വല്ലാതെ പിന്നെയാണ് മരിച്ചു എന്നുള്ള സംഭവം അറിയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു വല്ലാതെ ഇപ്പോൾ ഞാൻ വല്ലാതെ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും അത് ഓർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. അതുകൊണ്ട് അവനിപ്പോഴും മരിച്ചിട്ടില്ല. എനിക്ക് അത് സേനു മരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആർട്ടിസ്റ്റുകളും എറണാകുളത്തുണ്ടായിരുന്നു, ഓർക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രോഗ്രാം മമ്മൂട്ടി, മോഹൻലാൽ അവരെല്ലാം കൂടെ റിഹേഴ്സൽ നടക്കുന്നത്, ഞാൻ വേറെ എന്തോ പടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഷോയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ പങ്കെടുക്കാൻ പോകുന്ന കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളും വീട്ടിൽ വന്നു, ഞാനും അവിടെ പോയി കണ്ടിരുന്നു. കറക്റ്റ്. സയാമീസ് ഇരട്ടകളുടെ റഹ്മാനിക്ക ഞാൻ ഇവരുടെ അമ്മാവനായിട്ട്, അത് വേറൊരു ഭാഷ, ആലുവ ഭാഷയിലുള്ളൊരു അമ്മാവനുണ്ട് ഇവർക്ക്. വിട്ടുപോയതാ ഞാൻ.